സ്നേഹവന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ഇന്നലെ വരെ കേട്ട ദൈവത്തിന്റെ ആലോചനകളായിരിക്കില്ല. തികച്ചും വ്യത്യസ്തമായി പരിശുദ്ധാത്മാവ് പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും അടുത്തൊരു നിലയിൽ, അടുത്തൊരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് വളരുവാൻ എന്താണ് പുതിയ അറിവുകൾ? പുതിയ അറിവുകളാണ് നമ്മളെ, യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുകയും അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമുക്ക് പുതിയ അറിവുകളാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും മുഖാന്തരമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. വായിക്കാം. ഇന്ന് ദൈവവചന പഠനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:8. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അടുത്ത വാക്യം. കണ്ടുകിട്ടിയാൽ സ്നേഹിതമാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് തന്റെ ശുശ്രൂഷകൾ പഠിപ്പിക്കാൻ, കർത്താവ് തന്റെ ജീവിതം കൈമാറ്റം ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുത്തത് വളരെ നിരക്ഷര കുഷികളായ, അതായത് എഴുതാനും വായിക്കാനും അറിയാൻ മേലാത്ത സാധാരണക്കാരായ ജനങ്ങളെയാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 4:13 എഴുതിയിരിക്കുന്നു, അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമെന്ന്. വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ ജനത്തെ കർത്താവ് തിരഞ്ഞെടുത്തത് അവരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച മാധ്യമം ഉപമകളിലൂടെയാണ്. ഒരു വേദവിദ്യാർത്ഥി ആത്മാർത്ഥമായി ബൈബിൾ പഠിക്കാനിരുന്നാൽ 47 ഉപമകൾ ബൈബിൾ നമുക്ക് പഠിക്കാൻ കഴിയും. 57 ഉപമകൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമുണ്ട്, 53 ഉണ്ടെന്നുണ്ട്. പക്ഷേ 47 ഉപമകളാണ് എബ്രായ ബൈബിൾ, ഗ്രീക്ക് ബൈബിൾ, അങ്ങനെ വ്യത്യസ്തമായ പുരാതനമായ ട്രാൻസ്ലേഷൻ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ 47 ഉപമകളെ കുറിച്ച് പഠിക്കാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ കർത്താവായ യേശുക്രിസ്തു ഉപമകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യത്തെ സംബന്ധിച്ച ഉപമകളാണ് ഏറ്റവും കൂടുതൽ യേശു പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഉപമകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായത്തെ വിളിക്കുന്ന പേര് ഉപമകളുടെ അധ്യായം എന്നാണ്. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷവും ഈ സുവിശേഷത്തിൽ 15-ാം അധ്യായവും ഉപമകളുടെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇതിൽ പ്രധാനമായി 3 ഉപമകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഇതിൽ പ്രധാനമായി 3 ഉപമകളാണ്. ഈ 3 ഉപമയിലും ഓരോന്ന് നഷ്ടപ്പെടുന്നതായും കാണാൻ കഴിയുന്നു. എന്നാൽ ഈ ഉപമയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടവർ തന്നെ മടക്കിയെടുക്കുന്ന വലിയൊരു സന്തോഷത്തിന്റെ വാർത്തയും നമുക്കതിനകത്ത് വായിക്കാൻ കഴിയുന്നു. അതിന്റെ 15-ന്റെ അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 15-ന്റെ 4 വായിച്ചേ. 15-ന്റെ 4. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. ഒന്നാമത്തെ ഉപമ മതി. ഒന്നാമത്തെ ഉപമ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 100 ആടുണ്ടെന്നിരിക്കട്ടെ, 100-1 നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, 10-1 നഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ ഉപമ നമ്മൾ പഠിക്കുമ്പോൾ 2 പുത്രന്മാർ ഉണ്ടായിരുന്നു, 2-1 നഷ്ടപ്പെടുന്നു. അപ്പോൾ ഒന്നാമത്തെ ഉപമയിൽ 100-1 കാട്ടിലും, രണ്ടാമത്തെ ഉപമയിൽ 10-1 വീട്ടിലും, മൂന്നാമത്തെ ഉപമയിൽ 2-1 നാട്ടിലും. വീട്ടിലും നാട്ടിലും കാട്ടിലും ഓരോന്ന് നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തെ ഉപമ പഠിക്കുമ്പോൾ 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 നഷ്ടപ്പെട്ടു പോയാൽ ആ 99-നെയും വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തിരഞ്ഞെടുത്ത് സന്തോഷിച്ച് ഉല്ലസിക്കും നമുക്ക് കാണാൻ കഴിയും. അതിനെ നമ്മുടെ വിഷയം ഈ ദ്രഹ്മ എന്ന് പറഞ്ഞ ഈ 8-ാം വാക്യമാണ്. ഈ സ്ത്രീയുടെ ദ്രഹ്മയാണ് നമ്മുടെ വിഷയം. ഇതിൽ ഈ ഏറ്റവും നമ്മൾ പാസ്റ്റർമാരൊക്കെ വളരെ നെഗറ്റീവായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ്, അച്ഛന്മാരാകും പാസ്റ്റർമാരായാലും വളരെ നെഗറ്റീവായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഈ ലാസ്റ്റ് നമ്മൾ വരുന്ന ഈ 2 പുത്രന്മാരുടെ കഥ. അതിൽ ചിലരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്ന, ഇളയ മകനെ വിളിക്കുന്ന മുടിയൻ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. ബൈബിളിനകത്ത് അങ്ങനെ ഒരു പേരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മകൻ, അപ്പന്റെ ഇളയ മകൻ എന്ന് മാത്രം നമ്മൾ അഭിസംബോധന ചെയ്യുന്നതാണ് നല്ലത്. വട്ടപ്പേരിട്ട് ആരെയും നമ്മൾ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത്. മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് നമ്മൾ അങ്ങനെ വിളിക്കുന്നതാണ്. അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു പേരില്ല. ഇതിൽ
ഒന്നാമത്തെ ഉപമയിൽ ഉണ്ടെന്നിരിക്കട്ടെ എന്നും രണ്ടാമത്തെ ഉപമയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മൂന്നാമത്തെ ഉപമയിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു, ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യനും വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും ദൈവം കൊടുക്കുന്ന പ്രാധാന്യം, ഇവ തമ്മിലുള്ള വാല്യൂ എന്ന് മനസ്സിലാക്കണം. ഇതിൽ ഈ മകൻ, ഇളയ മകൻ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ ഉണ്ടായ കാരണമെന്ത്? എന്തുകൊണ്ടാണ് ഒരു ആത്മീകൻ അപ്പന്റെ ഭവനത്തിൽ നിന്നും പിന്മാറ്റത്തിലേക്ക് പോകുന്നത്? അതിന്റെ ആദ്യത്തെ പടി എന്താണ്? അതാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ചു വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു, അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. അപ്പന്റെ വീട്ടിൽ സകലവിധ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യനെ, അല്ലെങ്കിൽ ഈ ഇളയ മകനെ, അപ്പന്റെ വീട്ടിൽ കിട്ടാത്തൊരു സന്തോഷം ഔട്ട്സൈഡിൽ ഉണ്ടെന്നും, അല്ലെങ്കിൽ അപ്പന്റെ ലോകത്തിന്റെ പുറത്ത് ഒരു വലിയ സന്തോഷം ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ എവിടെന്നോ ആ മകന് കിട്ടാൻ ഇടയായി തീർന്നു. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. അപ്പനെ സേവിക്കുന്ന ഒരു മനുഷ്യനാണ്, അപ്പനോ ആരാധിക്കുകയും അപ്പന്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ നോട്ടം പ്രോപ്പർട്ടിയിലായിരുന്നു, മെറ്റീരിയൽസിലായിരുന്നു, ഭൗതിക വസ്തുക്കളിലായിരുന്നു. ആ അപ്പൻ, ബുദ്ധിയുള്ള അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഒരാൾക്ക് ചോദിച്ചവന് മാത്രമല്ല കൊടുത്തത്, ആ വസ്തുവിൽ 2ആയി വിഭാഗിച്ച്, ഒരു ഭാഗം മൂത്ത മകനും രണ്ടാമത്തെ ഭാഗം ഇളയ മകൻ. ഏറെ നാൾ കഴിയും മുമ്പ് തന്നെ ഇവൻ സകലതും സ്വരൂപിച്ചു. അതായത് ഈ ഇളയ മകൻ ലോകവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പൻ അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അറിയാൻ മേലാത്ത ലോകത്തിന്റെ ഒരു നോളജ്, ഒരു അറിവ് അപ്പന്റെ ഈ ഇളയ മകൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വസ്തു ചോദിച്ചു വാങ്ങിക്കുന്നു, ആ വസ്തു എല്ലാം വിറ്റ് സ്വരൂപിച്ചു കൂട്ടി ദൂരത്ത് ചെന്ന് വളരെ സന്തോഷകരമായി ലൈഫ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പന്റെ വീട്ടിൽ കിട്ടാത്തൊരു സ്പെഷ്യൽ സന്തോഷം തേടി ഇളയ മകൻ ലോകത്തിലേക്ക് ഇറങ്ങുന്നു. എല്ലാം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ എല്ലാവിധ ആത്മീക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു, അപ്പൻ കൊടുത്ത ഭൗതിക നന്മകളും നഷ്ടപ്പെട്ടു. കണ്ണൊട്ടി, കവളൊട്ടി, പേഴ്സൊട്ടി, ഒട്ടി ചൊട്ടി പൊട്ടി, ഒട്ടി നിന്നവരെല്ലാം വിട്ട് കട്ടിലിൽ ഇട്ട പോലെയായി. അപ്പോൾ അവൻ എന്ത് വന്നെന്നാണ് വെടിയിരിക്കുന്ന അറിയാമോ? സുബോധം വന്നു. അപ്പോൾ ബോധമുള്ളപ്പോ പോകും, സുബോധമുള്ളപ്പോ തിരിച്ചിങ്ങി വന്നോളും. ഈ പോയവരെ കുറിച്ച് നമ്മൾ വറീഡാകേണ്ട കാര്യമില്ല. അവർ ബോധമുള്ളത് കൊണ്ടാണ് അവർ പോയത്. പക്ഷെ അവർക്ക് സുബോധം ഒരു ദിവസം വരുമ്പോൾ അവർ പോയതുപോലെ തന്നെ ഇങ്ങ് തിരിച്ചു വന്നേക്കും. അപ്പൊ സുബോധം വന്നപ്പോൾ ഇദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തു, ഉള്ളിൽ ഒരു തീരുമാനമെടുത്തു. എന്റെ അപ്പന്റെ അത് വളരെ വ്യക്തമായി പൗരനിൽ ആശ്രയിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ജോസ് ബ്രദർ സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞു. ആ പൗരൻ, അപ്പനിൽ ആശ്രയിച്ച മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പൗരനിൽ ആശ്രയിച്ചു. അവിടെയും അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഉള്ളിൽ ഒരു ഡിസിഷൻ എടുത്തു, എന്റെ അപ്പന്റെ കൂലിക്കാർ, വീട്ടിൽ എത്രയോ കൂലിക്കാർ ഭക്ഷിച്ച് ഭക്ഷണം വേസ്റ്റായി കളയുന്നു, ഞാനോ ഇവിടെ പട്ടിണി കൊണ്ട് നശിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് അനുതപിച്ച് പറയും. അദ്ദേഹം ഉള്ളിൽ ഒരു തീരുമാനമെടുത്ത തീരുമാനം അദ്ദേഹം അപ്ലൈ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു മടങ്ങി വരവുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ വിഷയം അതല്ല. നമുക്ക് എല്ലാവർക്കും ഈ കുറ്റം പറയുന്നത് ആ മൂത്ത മകനെയാണ് നമ്മൾ എല്ലാവരും കുറ്റം പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും കുറ്റം പറയുന്ന മൂത്ത മകൻ ആള് ശരിയല്ലായിരുന്നു എന്നാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേട്ടോണം. 25-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ പറഞ്ഞിട്ട് പറയാം. ഈ ഇളയ മകൻ വീട്ടിൽ വന്നപ്പോൾ അപ്പൻ അവനെ ദൂരത്തുനിന്ന് കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, അവന് വേണ്ട മേൽത്തരമായി ഒരു അങ്കി കൊടുത്തു, ഒരു ചെരുപ്പിട്ട് കൊടുത്തു, കൈക്കൊരു മോതിരമിട്ടു, തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തു. ഭയങ്കര ഉത്സവങ്ങളും സന്തോഷങ്ങൾ നടക്കുകയാണ്. ഈ സമയത്താണ് ഇളയ മകൻ വയലിൽ നിന്നും വരികയാണ്. ശ്രദ്ധിക്കണം, വയലിൽ നിന്ന് 10 രൂപയുടെ പൊത്തോ തോർത്തു കൊടുത്തുകൊണ്ടാണ് വരുന്നത്. വയലിൽ നിന്ന് എന്തായാലും ടൈറ്റ് ജീൻസ് ഇട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം വയലിൽ കർഷക പണി ചെയ്ത് നേരെ ഇങ്ങോട്ട് വരികയാണ്. ഈ വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര, ഇന്നേ വരെ ഇല്ലാത്ത ഒരു ഉത്സവം, ഒരു സന്തോഷം അപ്പന്റെ വീട്ടിൽ നടക്കുന്നു. ബാല്യക്കാരിൽ ചില വിളി ചോദിക്കുന്നു, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കണം. അപ്പം പറഞ്ഞു, ആ ബാല്യക്കാരിൽ ഒരാൾ പറയുകയാണ്, നിന്റെ അനുജൻ അപ്പൻ ആരോഗ്യത്തോടെ അവനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തു. ശ്രദ്ധിച്ചു കേട്ടോണം,
ആ മൂത്ത മകൻ അവിടെ നിന്ന് കോപിച്ചു. നമ്മുടെ എല്ലാവരുടെയും വിഷയം എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ കോപിച്ചതാണ് പ്രശ്നം. ശ്രദ്ധിക്കണം, കോപിക്കാനുണ്ടായ റീസൺ എന്താണ്? അപ്പന്റെ വസ്തുക്കളിൽ രണ്ടുപേർക്കും പ്രോപ്പർട്ടി വിഭാഗിച്ചു കൊടുക്കുന്ന ഒരുപോലെ. ഇളയ മകൻ സകലതും നശിപ്പിച്ച് ലോകത്തിന്റെ മോഹങ്ങളിലും ലോകത്തിന്റെ ഇമ്പങ്ങളിലും വിരഞ്ഞോടി സകലതും നശിപ്പിച്ച് കുടുംബത്തിന്റെ മാനം പോലും ഇവൻ മുഖാന്തരം നശിച്ച് ഇരിക്കുന്ന ഈ മകൻ തിരിച്ചു വന്നപ്പോൾ തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തു. നോർമലി നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. മനുഷ്യനാണോ ഇത് കോപിച്ചിരിക്കും. ശ്രദ്ധിക്കണം. ഉടനെ അടുത്ത 25-ാം വാക്യം വായിച്ചേ. 25-ാം വാക്യം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്താ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. ശ്രദ്ധിക്കണം, ആ വാക്യം ശ്രദ്ധിക്കണം. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കോപം ന്യായമായിട്ടുള്ളതാണെങ്കിൽ, അതിനകത്തൊരു റൈറ്റ് ഉണ്ട്, ഒരു നീതി ഉണ്ടെങ്കിൽ ആ കോപത്തിൽ യാതൊരു, വളരെ ശ്രദ്ധിക്കണം, ആ കോപം അംഗീകരിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. ചിലർ പറയുന്നു ദേഷ്യപ്പെടാൻ പാടില്ല. അയ്യോ, ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ കവാടം നിങ്ങൾക്ക് വേണ്ടി അടയുന്നു, നിങ്ങൾ നേരെ അട്ടയും പുഴുവുള്ള സ്ഥലത്തേക്ക്. ഇതൊന്നും അല്ല. വളരെ ശ്രദ്ധിക്കണം. കോപത്തിൽ നിങ്ങൾ ഒരിക്കൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കോപിക്കുന്നു എങ്കിൽ ആ കോപത്തിനകത്തൊരു നീതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല. കോപിച്ച മകന്റെ അടുക്കൽ വന്ന് അപ്പൻ അപേക്ഷിക്കുന്നു. ശ്രദ്ധിക്കണം. അടുത്ത വാക്യം വായിച്ചേ. കോപിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. ആ വാക്യം ശ്രദ്ധിക്കണം, ആ വാക്യം ശ്രദ്ധിക്കണം. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. നിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അറിഞ്ഞ നാൾ മുതൽ ഇന്നേ വരെ അപ്പാ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകൾ ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്റെ ചങ്ങാതിമാരോട് താനന്ദിക്കേണ്ടതിന് നീ ഒരു ആട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നില്ല. വേശ്യമാരോടൊപ്പം നിന്റെ മുതലെല്ലാം നശിപ്പിച്ചു കളഞ്ഞ ഈ നിന്റെ മകൻ, ഇളയ മകൻ വന്നപ്പോൾ നീ അതെല്ലാം അവന് വേണ്ടി, ആ തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, ഇത്ര കാലമായി ഞാൻ യേശുവിനെ അറിഞ്ഞ, യേശുവിനെ അനുഗമിച്ചു തുടങ്ങിയ, കർത്താവിനെ സ്നേഹിച്ച് സേവിച്ചു തുടങ്ങിയ ആ കാലം മുതൽ ഇന്ന് വരെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ കൽപ്പനകൾ ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ലോകത്തിന്റെ മോഹത്തിൽ നിൽക്കുന്ന ചങ്ങാതിമാരോട് ആനന്ദിക്കേണ്ട ആനന്ദം പോലും വേണ്ടെന്ന് വെച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശ്രദ്ധിക്കണം. അപ്പന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം വായിച്ചേ. അപ്പൻ വന്ന് അടുത്ത് വീണ്ടും പറയുന്നു, എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോട് കൂടെ നിന്റെ മുതൽ തിന്നു കളഞ്ഞ നീ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നു. കോപിച്ച മകന്, മൂത്ത മകനോട് അപ്പൻ പറയുന്നു, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എന്റേതെല്ലാം നിന്റേതാകുന്നു, എനിക്കുള്ളതെല്ലാം. പ്രാഗൽഭ്യത്തോടെ ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ നിന്നാൽ അപ്പനുള്ളതെല്ലാം ആ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന മകനാണ്. വേശ്യമാരോടൊപ്പം ലോകത്തിന്റെ മോഹത്തിലും ഇമ്പത്തിലും വിരഞ്ഞോടി സകലതും നശിപ്പിച്ചിട്ട് പിന്മാറ്റത്തിൽ പോയിട്ട് മടങ്ങി വരുന്നവനേക്കാളും വാല്യൂ ഉണ്ട് 10 രൂപയുടെ പൊത്ത തോർത്തായാലും സാരമില്ല. ജീവിതത്തിൽ എടുത്തു പറയത്തക്കതായ ഒന്നുമില്ലെങ്കിലും സാരമില്ല. പ്രാഗൽഭ്യമുള്ളൊരു ജീവിതം നിങ്ങൾക്കുണ്ടോ, എനിക്കുണ്ടോ? ആമേൻ. കർത്താവിന് പറയാൻ കഴിയും, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഈ ഒരു വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. ആ ഇളയ മകൻ അവൻ ഒരിക്കൽ മടങ്ങി വരുമ്പോൾ അവന് കിട്ടുന്ന സന്തോഷം പിന്നെ ഉണ്ടാകത്തില്ല. പക്ഷെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ അവകാശം മുഴുവനും മൂത്ത മകന്റേതാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാഗൽഭ്യത്തോടെ എടുത്തു പറയത്തക്കതായ ഒന്നും വേണ്ട. വളരെ ശ്രദ്ധിക്കണം. ഈ വള്ളം വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും വള്ളത്തിൽ വെള്ളം കയറാതെ സൂക്ഷിക്കേണ്ടത് വള്ളക്കാരന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം നമ്മിൽ സ്വാധീനിച്ച് കയറരുത്. ലോകത്തിന് നമ്മുടെ മേൽ കയറുവാൻ അനുവാദം കൊടുക്കരുത്. ലോകം കൊടുത്ത ഒരു നോളജാണ്
വസ്തു ചോദിക്കുക, അത് വിറ്റ് സ്വരൂപിച്ച് വേറൊരു സ്ഥലത്ത് ചെന്ന് അടിച്ചു പൊളിച്ച് ഒരു കൺട്രോളും ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുക. എല്ലാം നഷ്ടപ്പെട്ടു. ശ്രദ്ധിച്ച് കേട്ടോണം. ഒന്നുമില്ലെങ്കിലും പ്രാഗൽഭ്യത്തോടെ ദൈവം ഒന്നും തന്നില്ലെന്ന് നമുക്ക് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മെ വിളിച്ച മശിഹ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകൻ നമ്മളോട് കൂടെയുണ്ട്. നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നു, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ഇതല്ല. ഇതൊരു ഒരു 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 ടോപ്പിക് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ. 10 ദ്രഹ്മ എങ്ങനെയാണ് ഈ സ്ത്രീയുടെ കയ്യിൽ ഈ 10 ദ്രഹ്മ വരുന്നത്? ഇസ്രായേലിന്റെ പശ്ചാത്തലം, ആ യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലം 2000 വർഷം മുമ്പ് ചരിത്രമാണ് ഈ പറയുന്നത്. അവിടെ സാധാരണ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്, ഒരു വിവാഹത്തിന് പ്രാപ്തയായ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു വരൻ വന്ന്, വരനും പുരോഹിതന്മാരും അവരുടെ കുടുംബ ബന്ധുക്കളും വന്ന് ഈ പെൺകുട്ടിയെ കാണുന്നു. പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ വിവാഹ നിശ്ചയിപ്പിനോടുള്ള ബന്ധത്തിലെത്തും. വിവാഹ ഉറപ്പീര്. ഈ നിശ്ചയിപ്പ് എന്ന് പറഞ്ഞ സമയമുണ്ട്. ഈ നിശ്ചയിപ്പ് എന്ന് പറഞ്ഞ ഒരു ചടങ്ങിന് വേണ്ടി, വിവാഹ ഉറപ്പീര് എന്ന് പറഞ്ഞ ചടങ്ങിന് വേണ്ടി വരുമ്പോൾ തന്റെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വരുന്ന വരൻ 10 ദ്രഹ്മ പണം കൊണ്ടുവരും. 10 പണം, അന്നത്തെ കറൻസി ദ്രഹ്മയാണ്. ഒരു ദ്രഹ്മയ്ക്ക് 0.50, വളരെ വാല്യൂ ഇന്നത്തെ കുറവുള്ള അന്നത്തെ ഒരു വളരെ അവിടുത്തെ ഒരു കറൻസിയാണ്. ഈ 10 ദ്രഹ്മ കൊണ്ടുവരും. ഈ 10 ദ്രഹ്മ കൊണ്ടുവന്നിട്ട് ഈ വിവാഹ ഉറപ്പീര് സമയം അല്ലെങ്കിൽ ആ പെണ്ണ് കാണൽ ഉറപ്പീര് സമയത്ത് വരുമ്പോൾ സ്ത്രീ, തന്നെ കാണാൻ വരുന്ന സ്ത്രീ അല്ലെങ്കിൽ തൻ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പോകുന്ന ആ സ്ത്രീ 2 ഗ്ലാസ് വൈനുമായിട്ടാണ് വരുന്നത് വരന്റെ അടുക്കൽ. 2 ഗ്ലാസ് വൈനുമായിട്ട് വരുമ്പോൾ 1 ഗ്ലാസ് ആ കുട്ടിക്ക് കുടിക്കണം, 1 ഗ്ലാസ് തന്നെ കാണാൻ വന്ന പയ്യന് കുടിക്കണം. പയ്യൻ വീഞ്ഞ് തീർത്തു കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വരൻ അല്ലെങ്കിൽ തന്നെ കാണാൻ വന്ന പയ്യൻ വീഞ്ഞ് പകുതിയെ കുടിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ നാട്ടിൽ പോലെ ഐ ലവ് യുഡ എന്ന് പറയുന്ന ഐ ലവ് യു ഒന്നും അവിടെ ഇല്ല. എനിക്ക് താല്പര്യമുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. വീഞ്ഞ് തീർത്തു കുടിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, വീഞ്ഞ് പകുതി കുടിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വീഞ്ഞ് തീർത്തു കുടിച്ചു കഴിഞ്ഞാൽ ഈ വരനും ആണും പെണ്ണും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. വിവാഹ ചടങ്ങിൽ വെച്ച് ആ വധൂവരന്മാരുടെ കരങ്ങൾ കോർത്ത് പിടിച്ച് സങ്കീർത്തനം പാടി ഉറപ്പിച്ചതിന് ശേഷം തന്റെ കരത്തിലിരിക്കുന്ന 10 ദ്രഹ്മപ്പണം ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും. പിന്നെ ഈ കുട്ടിയുടെ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിച്ചാണ് പിരിയുന്നത്. പിന്നെ ഇവർ തമ്മിൽ കാണുന്നത് 1 വർഷം കഴിഞ്ഞ ശേഷമാണ്. ഈ 1 വർഷം എന്തിനാണ് കൊടുക്കുന്നത് ചോദിച്ചാൽ, വരൻ വീടൊരുക്കണം. വരൻ വാസസ്ഥലം ഒരുക്കുമ്പോഴാണ് അവൻ പുരുഷനാണ്. ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട്, ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരിക്കലും ഭാര്യ വീട്ടിൽ പരമാനന്ദം അവിടെ ഇല്ല. സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അതാണ് യഹൂദന്മാരുടെ രീതിയിൽ ഒരു കുടുംബം നോക്കാൻ പ്രാപ്തനായെന്ന് അറിയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ നിശ്ചയിപ്പിന് ശേഷം ഒരു വീട് ഒരുക്കണം 1 വർഷം കൊണ്ട്. ഈ 10 ദ്രഹ്മപ്പണം ഇവർ തമ്മിൽ പിന്നെ നോ കമ്മ്യൂണിക്കേഷൻ. അവിടെ അന്ന് പിന്നെ വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ജിമെയിൽ, ഇമെയിൽ ഒന്നുമില്ല. കാണുന്നത് പിന്നെ ഈ 1 വർഷം കഴിഞ്ഞ് വിവാഹ വേദിയിൽ വെച്ചാണ്. ഈ വിവാഹ വേദിയിൽ വെച്ച് ഈ കുട്ടിയും ഇവർ വരനും തമ്മിൽ കാണുമ്പോൾ 1 വർഷം മുമ്പ് തന്നെ ഏൽപ്പിച്ച 10 ദ്രഹ്മപ്പണം തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അവർ ഉടനെ അവരുടെ പശ്ചാത്തലം അനുസരിച്ച് 1 വർഷം 10 ദ്രഹ്മപ്പണം സൂക്ഷിക്കാൻ കഴിയാത്ത നീ ഒരിക്കലും ഒരു കുടുംബ ജീവിതം, ഒരു ഭാര്യയായോ ഒരു മക്കളുടെ അമ്മയായോ ജീവിക്കാൻ നീ പ്രാപ്തയായില്ല എന്ന് പറഞ്ഞ് അവളെ അയോഗ്യയായി പുറത്താക്കി കളയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായായിരുന്നു? പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് ആ നഷ്ടപ്പെട്ട ദ്രഹ്മയെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഈ നഷ്ടപ്പെട്ട ദ്രഹ്മയ്ക്ക് വിലയില്ലെങ്കിലും അത് കൊടുത്തവന് വിലയുള്ളത് കൊണ്ടാണ്. ആ ദ്രഹ്മ കൊടുത്തയാളിന്റെ വിലയാണ് ഈ ദ്രഹ്മയുടെ വില എന്ന് പറഞ്ഞാൽ. അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ എന്റെ ഭാവിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞ് അവൾ അതിനെ കണ്ടുപിടിക്കുകയാണ്. ഇതുപോലെ തേജോമയനായ കർത്താവ് എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെട്ട് ആത്മാവാകുന്ന അച്ചാരം എന്റെയും നിങ്ങളുടെയും വിവാഹ ഉറപ്പീര് കഴിഞ്ഞ് അവൻ വിലപ്പെട്ട എന്തൊക്കെയോ ദ്രഹ്മകൾ
എനിക്കും നിങ്ങൾക്കും തന്നിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്ന നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയിട്ട് വരുമ്പോൾ നിങ്ങളെ എന്റെ വാസസ്ഥലത്തിൽ ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളും. അങ്ങനെ ചേർക്കപ്പെടണമെങ്കിൽ മണവാട്ടിയാകുന്ന സഭയ്ക്ക്, ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ കാണിക്കുന്നു. തന്നെ വിവാഹം അല്ലെങ്കിൽ മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി, ആ സഭയ്ക്ക് ദൈവം കർത്താവ് കൊടുത്ത വിലപ്പെട്ട ദ്രഹ്മകളുണ്ട്. ആ ദ്രഹ്മകൾ അതുപോലെ സൂക്ഷിച്ച കർത്താവിന്റെ വരവിൽ നമ്മൾ അത് തിരികെ കൊടുത്തില്ലെങ്കിൽ, ഇവിടെ അന്യഭാഷ പറഞ്ഞതും പ്രവചിച്ചതും പ്രസംഗിച്ചതും ഇവിടെ നമ്മൾ എന്തൊക്കെ പരിപാടികൾ ചെയ്തെന്ന് പറഞ്ഞാലും എന്നെ നിങ്ങളെ ഏൽപ്പിച്ച ദ്രഹ്മ ആ വിവാഹ വേദിയിൽ വെച്ച് കുഞ്ഞാടിന്റെ കല്യാണം വരുമ്പോൾ നമ്മൾ അത് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കണം. ആമേൻ. എന്തൊക്കെ ദ്രഹ്മയാണ് ദൈവം, അതാണ് ആ ദ്രഹ്മ നഷ്ടപ്പെട്ടു അതിനെ കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ വാക്യം ഒന്ന് വായിച്ച്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കളഞ്ഞു നഷ്ടപ്പെട്ടു പോയാൽ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ, അത് ഒന്ന് നിർത്തി വായിക്കണം. ഇങ്ങോട്ട് നോക്കിയേ. അവൾ വിളക്ക് കത്തിച്ച് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നഷ്ടബോധം വേണം. പ്രാർത്ഥനാ ജീവിതം ഒരു ദ്രഹ്മയാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ ദ്രഹ്മയാണ്. ശുശ്രൂഷ ഒരു ദ്രഹ്മയാണ്. വിശുദ്ധി ഒരു ദ്രഹ്മയാണ്. ആരാധന ഒരു ദ്രഹ്മയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരു ദ്രഹ്മയാണ്. ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വിലപ്പെട്ട ദ്രഹ്മകളാണ് ഇതെല്ലാം. ഇവിടെ എഴുതിയിരിക്കുന്നു, അത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നഷ്ടബോധം വേണം. ഒന്ന് മടക്കിയെടുക്കണമെങ്കിൽ എന്റെ പ്രാർത്ഥനാ ജീവിതം, എനിക്ക് തന്ന വെളിപ്പാടിന്റെ കൃപ, ദർശനത്തിന്റെ കൃപ, പ്രവചനവരം, എനിക്കതെല്ലാം നഷ്ടപ്പെട്ടു കർത്താവേ. അപ്പോൾ നഷ്ടപ്പെട്ടതിന് എന്താണ്? അത് തിരിച്ചറിയണം. എനിക്കത് നഷ്ടപ്പെട്ടു. എന്റെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു. എന്റെ പ്രെയർ ലൈഫ് നഷ്ടപ്പെട്ടു. അപ്പോ ശ്രദ്ധിക്കണം, നഷ്ടബോധം. ആ നഷ്ടബോധത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? അവൾ വിളക്ക് കത്തിച്ചു. വിളക്ക് എന്തിനെ കാണിക്കുന്നു? ദൈവവചനം. സങ്കീർത്തനം 119, 105. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് ഒരു എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീടുകൾ പുൽമേഞ്ഞ വീടാണ്. ഫ്ലോർ പുല്ലാണ്, ഭിത്തി പുല്ലാണ്, അതുപോലെ മേൽക്കൂര പുല്ലാണ്. അങ്ങനെ ഇരിക്കുന്ന പുൽമേഞ്ഞ വീട്ടിൽ ആ ദ്രഹ്മ, വളരെ മൈനറായിട്ട് വളരെ ചെറിയൊരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വിളക്ക് കത്തിച്ച് ദൈവവചനത്തിലേക്ക് നമ്മുടെ ജീവിതം വരണം. നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുക്കാൻ വചനത്തിലേക്കൊന്ന്, വചനത്തിന്റെ പ്രകാശം കൊണ്ട് അന്വേഷിക്കണം. നമ്മൾ നഷ്ടപ്പെട്ട തിരിച്ചെടുക്കാൻ വചനത്തിന്റെ പ്രകാശം കൊണ്ടാണ് അന്വേഷിക്കേണ്ടത്. വിളക്ക് കത്തിച്ച് വീടടിച്ച് വാരി. നമ്മുടെ വീട് ദൈവത്തിന്റെ വാസസ്ഥലങ്ങളാണ്. വീട് ചിലര് എന്ന് പറഞ്ഞാൽ, ചിലർ പറയുന്ന ദൈവം നമ്മുടെ ഉള്ളല്ലേ നോക്കുന്നത്, നമ്മുടെ വീടും നമ്മുടെ പുറമേ ഉള്ളതും ദൈവം നോക്കുന്നില്ലല്ലോ. പഴയ നിയമത്തിൽ വളരെ ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാക്യമുണ്ട്. വായിച്ച് ആവർത്തന പുസ്തകം എടുത്തേ. ആവർത്തന പുസ്തകം 23-ാം അധ്യായം. ആവർത്തനം 23:14 വായിച്ച്. ആവർത്തനം 23:14. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ കേൾപ്പിച്ചു തരുവാനും മധ്യേ നടക്കുന്നു. കണ്ടോ, നിന്റെ പാളയം, പുറമേയുള്ള സ്ഥലം, പാളയത്തിന്റെ മധ്യ നടക്കുന്നു. അടുത്ത വാക്യം, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വൃത്തിയും വൃത്തികേടും. ആ വാക്ക് ശ്രദ്ധിക്കണം, മലയാളം ബൈബിള്. എന്നാൽ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് എന്തിനാണ് നടക്കുന്നത്? നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യ. എന്നാൽ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. കണ്ടോ, നമ്മുടെ പുറമേയുള്ള ഭാഗവും ദൈവം, ആ പുറമേയുള്ള ഭാഗത്തും ദൈവം ഒരു വിശുദ്ധി ആഗ്രഹിക്കുന്നുണ്ട്. ഈ അകത്തുള്ളതല്ലേ പുറത്തു വരത്തുള്ളൂ. ചിലര് പറയും ദൈവം എന്റെ ഉള്ളം കാണുന്നുണ്ടെന്ന് പറയും. ഉള്ളത്തിലുള്ളതല്ലേ പുറത്തു വരത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ, ആമേൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പുറമേയുള്ള ഭാഗത്തെയും വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ദൈവമുണ്ട്. അവൾ വിളക്ക് കത്തിച്ച് വചനത്തിലൂടെ വന്നു. വീടടിച്ചു വാരി. ക്രമീകരണം വീട്ടിലാണ് നടക്കേണ്ടത്. എവിടെയാണ് ചിലരുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്നത് അവരുടെ വീട്ടിലാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, മക്കളോടുള്ള ബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സഭാതലങ്ങൾ, വീട്ടിനകത്ത് നമ്മുടെ ദ്രഹ്മ നഷ്ടപ്പെടും. അവൾ വിളക്ക് കത്തിച്ചു. എവിടെയാണ് നഷ്ടപ്പെടുന്നത്? അവൾക്കറിയാം, ഇത് ഞാൻ വെച്ചത് എനിക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്റെ വീട്ടിനകത്ത് ഇത് പോകത്തുള്ളൂ.
ആ വീടടിച്ചു വാരി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? അപ്പോൾ ഒരിക്കൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ മടങ്ങി വന്നിട്ടും നമുക്ക് നഷ്ടപ്പെട്ട കൃപ നമുക്ക് കിട്ടിയില്ല, അടുത്ത ഉപവാസ പ്രാർത്ഥനയും കിട്ടിയില്ല, അല്ലെങ്കിൽ കുറെ നാൾ പ്രാർത്ഥനയും കിട്ടിയില്ല എന്ന് വിചാരിച്ചത് വിട്ടുകളയരുത്. കണ്ടുകിട്ടും വരെയുള്ള അന്വേഷണം ആവശ്യമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്താണോ ആ വിശുദ്ധി, അല്ലെങ്കിൽ ആ ശുശ്രൂഷ, അല്ലെങ്കിൽ ആ പ്രവചനപരം, ആ വെളിപ്പാട്, ആ ദർശനം, ആ പ്രാർത്ഥനാ ജീവിതം, അത് കണ്ടു കിട്ടും വരെ നിങ്ങൾ അന്വേഷിക്കുക. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടു കിട്ടിയാൽ ആണ് ഏറ്റവും വലിയ സന്തോഷം നടക്കുന്നത്. സ്തോത്രം. നമ്മളൊക്കെ ഈ സാക്ഷ്യം പറയാറുണ്ട്, ഒരുപാട് പേര് സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നേ വരെ പറയണ കേട്ടിട്ടില്ല, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു, ദൈവം എനിക്കത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് മടക്കി തന്നു, ദൈവം എൻ്റെ ദർശനം എനിക്ക് മടക്കി തന്നു, ദൈവം എൻ്റെ പ്രവചന വരെ എനിക്ക് മടക്കി തന്നു, എനിക്ക് ഹോളി ലൈഫ് നഷ്ടപ്പെട്ടു, അതെനിക്ക് മടക്കി തന്നു. ഇതാണ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ. അങ്ങനെ സാക്ഷ്യം പറയുമ്പോഴാണ് സഭ അല്ലെങ്കിൽ കൂടെയുള്ളവർ സന്തോഷിക്കുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന, ഈ വ്യത്യസ്തര പ്രാർത്ഥന, പ്രാർത്ഥന ഒരു വലിയ ദ്രമയാണ്. നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥന ഒരു വലിയ ദ്രമയാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രാർത്ഥന ഇത്രയും ദ്രമ, വളരെ ശ്രേഷ്ഠതയുള്ള ദ്രമ എന്ന് പറയാനുള്ള കാരണം എന്താണ്? വായിച്ചേ, ലൂക്കോസ് സുവിശേഷം, ലൂക്കോസ് 21 അധ്യായം 21 34, 33, 34 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്ത വാക്യം, അത് സർവഭൂതലത്തിലും വസിക്കുന്ന എല്ലാവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ വരവിൽ ഒരുവൻ പ്രാപ്തിയോടെ, പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ തികഞ്ഞ ഒരു പ്രാർത്ഥനാ ജീവിതം ഉള്ളവന് മാത്രമേ കഴിയത്തുള്ളൂ. അതാണ് എഴുതിയിരിക്കുന്ന, കർത്താവിന്റെ വരവിൽ നിങ്ങൾ, മനുഷ്യപുത്രന്റെ വരവിൽ നിങ്ങൾ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചു. കണ്ടോ, സദാകാലത്തും ഏത് സമയത്ത് വേണോ കർത്താവ് വരാം, ആ സമയത്ത് അവന്റെ പ്രത്യക്ഷതയിൽ പ്രാപ്തിയോടെ നിൽക്കണമെങ്കിൽ നമ്മെ പ്രാപ്തനാക്കുന്നതാണ് പ്രാർത്ഥന. നമ്മെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുന്നതാണ് ഈ പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. വ്യത്യസ്തരം പ്രാർത്ഥനകൾ ബൈബിളിനകത്തുണ്ട്. വ്യത്യസ്തരം പ്രാർത്ഥനകൾ. ഒന്ന്, പ്രാർത്ഥനയുടെ വാല്യൂ എന്താണ് തിരിച്ചറിയും. ഈ വ്യത്യസ്തരം പ്രാർത്ഥനകൾ എന്താണ്? വായിച്ചേ. ഒന്ന്, പ്രാർത്ഥനയുടെ വ്യത്യസ്തമായ കാറ്റഗറി. സദൃശവാക്യങ്ങളുടെ പുസ്തകം 28:9. സദൃശവാക്യം 28:9. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പ്. പ്രമാണം കേൾക്കണമെങ്കിൽ ഒരുവൻ പറയണം. ഈ സൺഡേയോ അല്ലെങ്കിൽ ഇട ആരാധനയ്ക്കൊക്കെ വചനങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അത് കേൾക്കാതെ നിങ്ങൾ ചെവി തിരിച്ചു കളയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം വെറുക്കുന്നു. ദൈവത്തിന് വെറുപ്പാണ്. ദൈവശബ്ദം നമ്മൾ കേൾക്കാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട റൈറ്റ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം വെറുക്കുന്ന പ്രാർത്ഥന. 2, സങ്കീർത്തനം 66:20. സങ്കീർത്തനം 66:20. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും, എന്റെ പ്രാർത്ഥന നിർത്തി വായിക്കും അമ്മേ. എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും. അപ്പോ ചിലർ പറയും എന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു. അപ്പോ എന്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും. തള്ളിക്കളയാം. എന്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് തള്ളിക്കളയുന്ന റീസൺ എന്താണ്? 18 വാക്യം വായിച്ചേ. ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. കണ്ടോ, അകൃത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി, അബദ്ധം പറ്റി, ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവം ഒരാളെ ദ്രോഹിക്കണം എന്ന ചിന്തയോടെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നാശം കാണണം എന്ന ചിന്തയോടെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന ദൈവം തള്ളിക്കളയും. 2, പ്രാർത്ഥന പ്രാർത്ഥന ദൈവം വെറുക്കുന്നു. 2, പ്രാർത്ഥന തള്ളിക്കളയുന്നു. സങ്കീർത്തനം 35:13 വായിച്ച്.
ഞാനോ അവൻ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് പ്രാർത്ഥന തിരിച്ചു വന്നു, മടങ്ങി വന്നു. ശ്രദ്ധ, എന്താ കാരണം എന്നറിയാമോ? ഞാനോ അവർ ദീനമായി കിടന്നപ്പോൾ ഉപവാസം കൊണ്ട് രട്ടെടുത്ത് റീസൺ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ചു. അതിന്റെ ഈ 35 സങ്കീർത്തനം 35:4 എനിക്ക് ജീവഹാനി വരുത്തുവാൻ ഒന്നാം വാക്യം മുതൽ വായിച്ചോളൂ. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്കേ മതി. ഇനി താവോട്ട് വായിച്ചു അറിയാൻ പറ്റും. ദാവീദിനോട് വാദിക്കുന്നവരുണ്ടായിരുന്നു, പൊരുതുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ ശത്രുക്കൾ ഒരുപാട്, മാമനെതിര്, മാമന്റെ മോളെതിര്, വീട്ടിനകത്ത് മകനെതിര്, ഭാര്യയെതിര്, എല്ലാവരും എതിരായപ്പോ എന്ത് ചെയ്യുന്നറിയാമോ? ഈ എതിരാകുമ്പോൾ ആത്മീകനെതിരായിട്ട് ആരെല്ലാം നിന്നിട്ടുണ്ട് അവർക്കെല്ലാം പണി കിട്ടിയിട്ടേ ഉള്ളൂ. ഒരു ദൈവ പൈതലിനെതിരായിട്ട് ആരെല്ലാം എവിടെയൊക്കെ എഴുന്നിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവത്തിന്റെ പണിഷ്മെന്റ്, ദൈവത്തിന്റെ ശിക്ഷാവിധികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ദാവീദ് ചെയ്യുന്നറിയാമോ? അവർ ദീനമായി കിടന്നപ്പോൾ, ദൈവമേ ഈ കിടക്ക ദൈവം തന്നതാണ്, ദൈവം അതാണ് ഞാൻ അവർ ദീനമായി കിടന്നപ്പോൾ രട്ടെടുത്ത് ഉപവാസം കൊണ്ട് ആത്മതപനം ചെയ്തു, അവർക്കെതിരായിട്ട് പ്രാർത്ഥിച്ചു. ഈ കിടക്കയോടെ തീരണം, ദൈവം അവരെ സന്ദർശിക്കണം, തൊടണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന നേരെ തിരിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ എതിര് പ്രാർത്ഥന ഒരിക്കലും അവിടെ മറ്റുള്ളവന് എതിരായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കത്തില്ല. അത് നേരെ നമ്മളെ കൂടാരത്തിൽ, നമ്മുടെ മാറിടത്തിലേക്ക് തന്നെ വരും. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. കേൾക്കുന്നുണ്ടോ? ആർക്കും എതിരായി പ്രാർത്ഥിക്കരുത്. വളരെ ശ്രദ്ധിച്ചോണം. ചിലര് പറയാറുണ്ട്, കർത്താവേ ഞാൻ ക്ഷമിച്ചു, പക്ഷെ നീ ഇടപെടണം ദൈവമേ. അതെന്നാ ഇടപാടാ? ഞാൻ ക്ഷമിച്ചെങ്കിൽ പിന്നെ എന്തിനാ ദൈവം ഇടപെടുന്നത്? ഞാൻ ക്ഷമിച്ചു, പക്ഷെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അവർക്ക് കൊട്ടേഷൻ കൊടുക്കണം. ഒരിക്കലും അത് ദൈവസ്നേഹത്തിന്റെ ഒരു പ്രാർത്ഥനയല്ല. നാം ക്ഷമിച്ചാൽ ദൈവവും അവനോട് ക്ഷമിച്ചതായിരിക്കണം. ഇല്ലെങ്കിൽ ദൈവത്തോട് തുറന്നു പറയണം, കർത്താവ് എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകണം, അത് മറക്കാനുള്ള കൃപ നൽകണം. ഒരുപാട് ദ്രോഹം ചെയ്ത വ്യക്തിയായിരിക്കാം, ദൈവം ക്ഷമിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ആ വ്യക്തിയോട് ക്ഷമിക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് നിങ്ങൾ പറയണം. അല്ലാതെ ആ വ്യക്തി ദീനമായി കിടക്കുമ്പോൾ അവരെ സന്ദർശിക്കും. ദൈവം അവരെ സന്ദർശിക്കണം കർത്താവെ, ദൈവം അവരെ തൊടണം കർത്താവെ, ദൈവം അവരെ സന്ദർശിക്കും. ചിലര് പറയാറുണ്ട്, എന്നോട് ആരെല്ലാം കളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവം കൊടുത്തിട്ടുമുണ്ട്. അവർക്ക് കൊടുത്തു, നിന്റേത് വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അതൊക്കെ ആത്മീയ അഹങ്കാരത്തിന്റെ വാക്കുകളാണ്. വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, നമ്മൾ പരാജയപ്പെട്ടു പോകേണ്ട വാക്കുകളാണ് അതെല്ലാം. നമ്മളോട് ആരെല്ലാം കളിച്ചിട്ടുണ്ടോ അത് കൊടുത്തെങ്കിൽ അത് ദൈവത്തിന്റെ നീതിയാണ്. നമ്മളത് വർണ്ണിച്ച് നടക്കരുത്. അത് ദൈവവും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥന, എതിര് പ്രാർത്ഥന മാറിടത്തിലേക്ക് മടങ്ങി വരുന്നു. സങ്കീർത്തനം 84 വായിച്ചേ. സങ്കീർത്തനം 84. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? ദൈവം പ്രാർത്ഥനയ്ക്ക് നേരെ കോപിക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന്റെ കാരണം എന്നറിയാമോ? അതിന് 4-ാം വാക്യം, അടുത്ത വാക്യം വായിച്ചേ. മൂന്നാം വാക്യം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. യഥാസ്ഥാനം നഷ്ടപ്പെട്ടു. യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഒരുവനെ, ഇപ്പൊ ആദാമിനെ ഹവ്വയെയും ദൈവം വിളിച്ച് തോട്ടത്തിലാക്കിയിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം നനയ്ക്കണം. ഇത് 2 ശുശ്രൂഷയാണ്. തോട്ടത്തിൽ വേല ചെയ്യണം, തോട്ടം നനയ്ക്കണം. ആ സ്ഥാനത്ത് നിന്നും ആദാം മാറിയപ്പോഴാണ് ആദാമേ, അല്ലെങ്കിൽ മനുഷ്യ നീ എവിടെ എന്നുള്ള വിളി വന്നത്. ഈ ദൈവമാക്കി വെച്ച ഒരു സഭയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനങ്ങളുണ്ട്. ഒരു മനുഷ്യനല്ല ആ സ്ഥാനത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കാം, ചിലപ്പോൾ ഖജാൻജി ആയിരിക്കാം, ചിലപ്പോൾ വർഷിപ്പ് ലീഡർ ആയിരിക്കാം, ചിലപ്പോൾ കോർഡിനേറ്റർ ആയിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന സെൽ ലീഡർ ആയിരിക്കാം. ദൈവം എന്താണോ നിങ്ങൾക്ക് തന്നത് ആ സ്ഥാനത്ത് നിൽക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ.
ആ യഥാസ്ഥാനമില്ലാത്തവന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം കോപിക്കുന്നു. ദൈവം ചോദിക്കും, എടാ ഞാൻ നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് എവിടെ, നീ എവിടെ ആയിരിക്കുന്നു? നീ എന്ത് ബേസിലാണ് എന്നോട് ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ? പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം കോപിക്കുന്നു. ദൈവം കോപിക്കുന്ന പ്രാർത്ഥന. ഇനി വിലാപങ്ങളുടെ പുസ്തകം എടുത്തേ, വിലാപങ്ങൾ 3:44. വിലാപങ്ങളൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്തോ ദൈവമേ. വിലാപങ്ങൾ 3:44. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. ദൈവമക്കളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം ദൈവം മേഘം കൊണ്ട് ദൈവത്തെ മറച്ചു. കേട്ടിട്ട് കേൾക്കാതിരിക്കുന്നത് കള്ളന്റെ ലക്ഷണമല്ലേ? ദൈവം ഒരിക്കലും അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ദൈവം പ്രാർത്ഥന കടക്കാതെ മേഘം കൊണ്ട് ദൈവത്തെ മറച്ചു. എന്താ കാര്യം? 45 അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം. നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലും ആക്കിയിരിക്കുന്നു. ആ വാക്യം മതി, ആ വാക്യം ശ്രദ്ധിക്കണേ. നേരത്തെ ആവർത്തന പുസ്തകത്തിൽ വായിച്ച വൃത്തികേട്, ഈ പ്രാർത്ഥന കടക്കാത്ത ദൈവം മേഘം കൊണ്ട് തടഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രാർത്ഥന കണ്ടോ ദൈവം കേൾക്കാതെ വരുമ്പോൾ, നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിൽ. കണ്ടോ? വളരെ ശ്രദ്ധിക്കണം. എന്താ കാര്യം എന്നറിയാമോ? എന്താ കാര്യം? അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം 40-ാം വാക്യം. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞു ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിലേക്ക് തിരിയുക. കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിറങ്ങി ആരോടൊക്കെ സംസാരിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഇടപെട്ടു, കള്ളത്തരങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ചിന്തകൾ വന്നോ, ഞാൻ എവിടെയാണ് പരാജയപ്പെട്ട് തെറ്റിപ്പോയത്? ഓരോ ദിവസവും നമ്മുടെ ആത്മീക ജീവിതത്തെ റിന്യൂ ചെയ്യണം. ഓരോ ദിവസത്തെയും നാം നമ്മളെ തന്നെ ശോധന ചെയ്യണം. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് ദൈവത്തിങ്കലേക്ക് തിരിയണം. തിരിഞ്ഞില്ലെങ്കിലാണ് നമ്മുടെ പ്രാർത്ഥന കടക്കാതെ മേഘം കൊണ്ട് ദൈവത്തെ മറച്ച് ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലും ആക്കി ആക്കും. ഹല്ലേലൂയ. ഇനി 3:8 വായിച്ചേ. ഒരു പ്രാർത്ഥനയാണിത്. 3:8 വായിച്ചേ. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. ചില സാഹചര്യങ്ങളിൽ ചില പ്രാർത്ഥനയ്ക്ക് ദൈവം മനഃപൂർവം മറുപടി തരാതിരിക്കും. ഇരമ്യാവ് പറയുന്ന ഒരു വാക്കിതാണ്, ചില സമയത്ത് ചില കഷ്ടങ്ങൾ നമുക്ക് ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ എത്ര നിലവിളിച്ചാലും ദൈവം കേൾക്കത്തില്ല. അതാണ് ഇവിടെ വളരെ വിലാപത്തോടെ അദ്ദേഹം പറയുന്നത്, ഞാൻ കൂകി നിലവിളിച്ചാലും. കണ്ടോ? ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം ചിലപ്പോൾ കേൾക്കാതെ വന്നേക്കാം. നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്, വെറുതെറുക്കരുത്. എത്ര പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്നറിയാം. ഒരുപാട് പ്രാർത്ഥനകൾ കേൾക്കാത്തത് കൊണ്ടാണ് ഇന്നും ഒരു സാധാരണ ശുശ്രൂഷക്കാരനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം കേട്ടെങ്കിൽ ഇവിടെ പലരും ആത്മീയരായിട്ട് നിങ്ങൾ ഇന്ന് സൂമിൽ വന്നിരിക്കത്തില്ലായിരുന്നു. സ്തോത്രം. പല പ്രാർത്ഥനകൾ കൂകി നിലവിളിച്ചിട്ടും കേൾക്കാത്തത് കൊണ്ടാണ് ഇന്നും ആത്മഭാരത്തോടെ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചായിരിക്കുന്നത്. സ്തോത്രം. അപ്പോ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രാർത്ഥനയുടെ വ്യത്യസ്ത കാറ്റഗറി. ഒന്ന് പ്രാർത്ഥന ദൈവം വെറുക്കുന്നു, പ്രാർത്ഥന തടുത്തു കളയുന്നു, പ്രാർത്ഥനയ്ക്ക് നേരെ കോപിക്കുന്നു. അടുത്ത് പ്രാർത്ഥന ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പഠിച്ചായിരുന്നു എന്തെങ്കിലും? പ്രാർത്ഥന ഒന്നുകൂടെ പറഞ്ഞേ. വെറുക്കുന്ന പ്രാർത്ഥന, മടങ്ങി വരുന്ന പ്രാർത്ഥന. അടുത്ത് സങ്കീർത്തനം 109:7 വായിച്ചേ. സങ്കീർത്തനം 109:7. ദൈവത്തിന്റെ മഹത്വം പരിശുദ്ധാത്മാവേ സംസാരിക്കും. 109:7. അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ, അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. പ്രാർത്ഥന പാപമായി തീരുന്നു. ശമൂവേൽ ഒരിക്കൽ പറഞ്ഞതാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുന്നു. പ്രാർത്ഥിക്കാതിരുന്നാൽ പാപമാണ്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥന പാപമായി തീരുന്നു. അതിന്റെ റീസൺ എന്താണ്? 4-ാം വാക്യം വായിച്ചു വരുമ്പോൾ എഴുതിയിരിക്കുന്നത്, എന്റെ സ്നേഹത്തിന് പകരം അവർ വൈര്യം കാണിക്കുന്നു. പരസ്പരം സ്നേഹിക്കേണ്ടവർ, ബഹുമാനിക്കേണ്ടവർ തമ്മിൽ സ്നേഹിക്കാതെ കാണുമ്പോൾ പ്രൈസ്തലോടും പറഞ്ഞ് മാറി നിന്ന് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു.
ഇത് പ്രാർത്ഥിക്കുന്നവനെ എവിടെ ഇട്ടാലും അവൻ പ്രാർത്ഥിക്കും. അവൻ ശവക്കോട്ടയിൽ കിടന്നാലും പ്രാർത്ഥിക്കും, അവൻ ഓഫീസിലാണെങ്കിലും പ്രാർത്ഥിക്കും, അവൻ MRT-യിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും അവൻ പ്രാർത്ഥിക്കും. ഏത് നിലയിലും പ്രാർത്ഥിക്കുന്നവൻ എവിടെ കിടന്നാലും അവൻ പ്രാർത്ഥിക്കും. എന്റെ സ്നേഹത്തിന് പകരം വൈരം കാണിക്കുന്നു. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ഈ വൈരം കാണിക്കുന്നവരുടെ പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നു, അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരൻ തെളിയട്ടെ, അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. നിങ്ങൾ വൈരം കാണിക്കുകയാണെങ്കിൽ, ആരോടെങ്കിലും വിദ്വേഷമോ പകയോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളെ പ്രാർത്ഥന പാപമായി തീരും. ഒന്ന്, ദൈവം വെറുക്കുന്ന പ്രാർത്ഥന, ദൈവം തള്ളിക്കളയുന്ന പ്രാർത്ഥന, മടങ്ങി വരുന്ന പ്രാർത്ഥന, പാപമായി തീരുന്ന പ്രാർത്ഥന, തടുത്തു കളയുന്ന പ്രാർത്ഥന, അടുത്ത് പറഞ്ഞേ, മേഘം കൊണ്ട് തടയുന്ന പ്രാർത്ഥന. ഇനി അത് യോഹന്നാൻ സുവിശേഷം 9:31 എഴുതിയിരിക്കുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അത് നമ്മളെ കുറിച്ചല്ല. രക്ഷിക്കപ്പെടാത്ത പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇനി എങ്ങനെയാണ് ഒരു ലോങ് ടൈം പ്രെയർ ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്? ചിലർക്കൊക്കെ പ്രാർത്ഥന ഭയങ്കര ആഗ്രഹമാണ്, കുറെ സമയം ദൈവത്തോടിരുന്ന് പ്രാർത്ഥിക്കണം, പക്ഷെ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും, മുട്ടുമേലിരുന്ന് ഇന്ന് തലരാത്രി തന്നെ തീരുമാനം എടുക്കും, നാളെ രാവിലെ തന്നെ പിള്ളേരെ സ്കൂളിൽ വിടണം, ചാച്ചൻ അത് ഓഫീസിൽ പോകുമ്പോൾ കുറെ തുണികളുണ്ട്, എല്ലാം കഴുകിയിട്ട് റെഡി ആയിട്ട് നേരെ ഒരു 10 മണി തൊട്ട് 12 മണി വരെ പ്രാർത്ഥിക്കണം. നേരെ റെഡിയായി പ്രാർത്ഥന മുറിയിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ 10 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ച് കുറെ നേരം കഴിഞ്ഞു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മണി 10:10. നമ്മൾ വിചാരിച്ചു 1.5 മണിക്കൂർ കഴിഞ്ഞെന്ന്. ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ സമയം അങ്ങോട്ട് പോയിട്ടില്ല. ഇതിന്റെ റീസൺ എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് ഒരു ലോങ് ടൈം പ്രെയർ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ്? സങ്കീർത്തനം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചെയ്യേണ്ട 1-2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, സങ്കീർത്തനം 104. സങ്കീർത്തനം 104. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. ഞാൻ നിങ്ങളെ വീട്ടിൽ വന്നാൽ ഒന്നാമത് വീട്ടിന് പുറത്ത് വന്ന് കോളിംഗ് ബെല്ല് അടിക്കും. കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴാണ് നിങ്ങൾ തുറക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ പുറത്ത് വന്ന് നിൽക്കുന്നു, ഇൻഫർമേഷൻ. അപ്പോ വാതിൽ തുറക്കണമെങ്കിൽ ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ തന്നെ പ്രാകാരത്തിലാണ്. അപ്പോൾ സ്തോത്രം ചെയ്യണം. ചില മിനിറ്റുകൾ നിങ്ങൾ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം ചെയ്തതിനു ശേഷമാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആ സ്തുതിക്കുമ്പോഴാണ് ആ പ്രസൻസും ദൈവത്തിന്റെ ഒരു ഫെലോഷിപ്പ് ഒക്കെ. ദൂതൻ വന്ന് തുറന്നു കൊടുക്കുന്നു, ഒരാൾ അകത്തേറി വരുന്നു, പ്രാർത്ഥിക്കുന്ന ആള് നേരെ അകത്തോട്ട് വരുന്നു. പിന്നെയാണ് നമ്മുടെ കുറവുകൾ ഏറ്റു പറയേണ്ടത്. 1, സ്തോത്രം ചെയ്യുക. 2, സ്തുതിക്കുക. പിന്നെ നമ്മുടെ കുറവുകൾ ഏറ്റു പറയുക. 3, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. ഇത് നമ്മൾ വായെടുത്തു കഴിഞ്ഞാൽ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, അണ്ടകടാങ്ങളെ സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനെ, സപ്തസാഗരങ്ങളെ പഞ്ചസാര മണൽ കൊണ്ട് അതിർവച്ച് എന്ന് പറഞ്ഞ് കടിക്ക പൊട്ടാത്ത കുറെ ഇംഗ്ലീഷ് ഗ്രീക്ക് വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല. വളരെ സിൻസിയർ ആയിട്ടായിരിക്കണം കാര്യം പറയേണ്ടത്. മനസ്സിലാവുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ വളരെ ഹമ്പിൾ ആയിരിക്കണം, വളരെ സിൻസിയർ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഞാനിപ്പം എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊരു ആവശ്യമുണ്ട്, ഒരാളെടുത്ത് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ച് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം എനിക്ക് തരുന്നത്. ഞാനൊന്നും കൊടുത്തിട്ടല്ല അവിടെ നിങ്ങോട്ട് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ആള് സകലത്തിന്റെ ഉടമസ്ഥനാണ്. അപ്പോ ആ ദൈവത്തെ നമ്മൾ ബഹുമാനിച്ച് സംസാരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. പ്രാർത്ഥിക്കാൻ ആത്മീകൻ മുട്ടുകുത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ സംഭവിക്കുന്ന 1, വെളിപ്പാട് പുസ്തകം എടുത്തേ. വെളിപ്പാട് 5:3, 5:8. വെളിപ്പാട് 5:8. വാങ്ങിയപ്പോൾ 4 ജീവികളും. വായിച്ചോളൂ. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചു. ശ്രദ്ധിക്കണം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം.
നിങ്ങളൊരു വിശുദ്ധനാണെങ്കിൽ ഈ വിശുദ്ധന്റെ പ്രാർത്ഥനയെ ധൂപകലശത്തിനകത്താക്കും. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ആരാണിത് വരുന്നത്, ചെയ്യുന്നത് ആരാണ്? വെളിപ്പാട് 5:8. ഇനി 8:3 വായിച്ചേ, 8:3. അപ്പൊ ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. അടുത്ത വാക്യം. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ശ്രദ്ധിക്കണം, നിങ്ങൾ വിശുദ്ധനാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. ആ ദൂതനാണ് നമ്മുടെ പ്രാർത്ഥനയെ ധൂപവർഗമാക്കി മാറ്റി പൊൻകലശത്തിനകത്താക്കും. ദൂതനാണ് ഈ പ്രാർത്ഥന കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും, നമ്മൾ പറയുന്ന ഓരോ അപേക്ഷകൾക്കും ദൈവത്തിന് വലിയ വാല്യൂ ഉണ്ട് ദൈവസന്നിധിയിൽ. അങ്ങനെയാണ് ഈ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, ഉത്തരമുണ്ട്. ഈ മുമ്പ് ഞാൻ കുറച്ച് ദൈവത്തിന്റെ കൃപയാൽ ഈ മെഡിസിൻ സ്റ്റുഡൻസിന് ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു. ഈ പിള്ളേരെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഉത്തരമാണോ ആവശ്യം, പ്രാർത്ഥനയുടെ മറുപടിയാണോ ആവശ്യം? അപ്പൊ ഞാൻ അതിങ്ങനെ ചോദിച്ചിരിക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഡോക്ടർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈബിളിലെ ഏത് ചോദ്യം ചോദിച്ചാലും എനിക്ക് മറുപടി പറയാനുള്ള കൃപയും ദൈവം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഒരു ആവേശത്തിൽ ഇങ്ങനെ പറഞ്ഞങ്ങ് പോവുകയാണ്. എന്നിട്ട് ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു ഡോക്ടർ എഴുന്നേറ്റ് ചോദിച്ചു, ഈ കൈന് എവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്, ഭാര്യ എടുത്തത്? നമ്മൾ പഠിപ്പിച്ച വേറെ വിഷയമാണെങ്കിലും പെട്ടെന്ന് ആ ഡോക്ടർ ചോദിക്കും. കാരണം ഞാൻ പറയും നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ല സാറ് പഠിപ്പിച്ചപ്പോ പറഞ്ഞല്ലോ ബൈബിളിലെ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാനുള്ള കൃപ തന്നിട്ടു. അപ്പൊ കയ്യിന് എവിടെ നിന്ന് ഭാര്യ എടുത്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി തരാൻ പാസ്റ്റർ കഴിയും എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. എനിക്കറിയാം എങ്കിൽ ആ ചോദ്യത്തിന്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അല്ല സാറ് പറഞ്ഞല്ലോ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാനുള്ള കൃപ. ഞാൻ പറഞ്ഞു, മറുപടി പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല. അതല്ല ഉത്തരം. അപ്പൊ ഉത്തരവും മറുപടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, ഉത്തരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ ഒരാളാണ് സെക്കരിയാവും എലിസബത്തും. ലൂക്കോസ് 1:10 എഴുതിയിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചോദിക്കണമെങ്കിൽ അവർക്ക് പ്രാഗൽഭ്യം വേണം. എന്താണ് അവരുടെ പ്രാഗൽഭ്യം? അതിന്റെ 1:4 വായിച്ചേ, ലൂക്കോസ് 1:4. അത് ക്രമമായി എഴുതുന്നത് അതിന്റെ മൂന്നാം വാക്യം 1:3. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം. ലൂക്കോസ് 1:3. 1:3. അതെ. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ. അത് എത്ര വാക്യമാണ്? 10-11. മൂന്നാം വാക്യം വായിക്കൂ. 1:13 വായിച്ചത്. പൂർണ്ണമായി പ്രമാണിച്ച് വരുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ലൂക്കോസ് 1:3 ആണോ? 3 വായിച്ചോളൂ. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് 1:6 വായിച്ചോളൂ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും
കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായി ഇതാണ് അവരുടെ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞാൽ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരുമായിരുന്നു. അതുകൊണ്ടാണ് അവർ അവരുടെ പ്രാഗൽഭ്യം അതാണ്. ആത്മീയതയിലും ഭൗതികതയിലും അവരെ കുറിച്ചൊരു കുറവ് പറയാനില്ല. അതുകൊണ്ട് അവർ കർത്താവെ എന്തുകൊണ്ട് എനിക്കൊരു തലമുറയെ തരുന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ വെളിപ്പെടുകയാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യം പ്രാർത്ഥനയുടെ ഉത്തരമാണ് ആവശ്യം. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച് തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ചില വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, കൂടെ ആരും നമ്മളെ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതെ വരുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒറ്റപ്പെട്ടു എന്നറിയുമ്പോൾ മശിക പോലും ശ്രദ്ധിച്ചോണം, യേശു ഒരിക്കലും ശിഷ്യന്മാരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. യേശു ഒരിക്കലും 9 പേരെ ഒരു സ്ഥലത്തിരുത്തി 3 പേരെ വേറൊരു സ്ഥലത്തിരുത്തി ഒരു കല്ലേറ് ദൂരം പോയിരുന്ന് പ്രാർത്ഥിച്ച് അവൻ തളർന്ന് പ്രാർത്ഥിച്ച് വിഷയങ്ങൾ വിജയമേറ്റെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ ഒരു ദൂതനിറങ്ങി. ഒരു മനുഷ്യനെ നിങ്ങളെ സഹായിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ടോ വചനങ്ങൾ കൊണ്ടോ പ്രവചനങ്ങൾ കൊണ്ടോ പ്രസൻസ് കൊണ്ടോ നിങ്ങളെ സഹായിക്കാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ തേജോമയനായ കർത്താവ് നമ്മെ ബലപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ തന്റെ ദൂതന്മാരെ നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അയച്ചിരിക്കും. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യുന്ന ഒരു വലിയ മഹത്വം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒറ്റപ്പെടലിന്റെ നടുവിലും തിരസ്കരണത്തിന്റെ നടുവിലും ഹല്ലേലൂയ കഴിയില്ല എന്ന് പറയുന്ന മേഖലകളിൽ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥന മുടക്കരുത്. നിങ്ങൾ അവിടെ ചെന്നിരിക്കുമ്പോഴേ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾക്ക് ബലം നൽകുവാൻ നിങ്ങളെ വിളിച്ച ദൈവം ശക്തനാണ് എന്ന് ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥനയുടെ ഒരു ആത്മാവുണ്ട്. സെക്കര്യാ പ്രവചനം 12:10 എഴുതിയിരിക്കുന്നു, കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ഞാൻ പകരും. കൃപയുടെയും യാചനയുടെയും ആത്മാവ് സെക്കര്യാ 12:10 എഴുതിയിരിക്കുന്നു. അപ്പോൾ അപേക്ഷിക്കുന്ന, യാചന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒരു ആത്മാവുണ്ട്, സ്പിരിറ്റ് ഉണ്ട്. കർത്താവേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ, പ്രാർത്ഥനയുടെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. നിങ്ങളത് പറയുകയാണെങ്കിൽ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കാൻ ഇന്നും നമ്മുടെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 1, പ്രാർത്ഥന ഇത് നഷ്ടപ്പെടും. 2, വാഗ്ദത്തങ്ങൾ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദ്രഹ്മയാണ്. വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിളിനകത്ത് വ്യത്യസ്തമായ വാഗ്ദത്തങ്ങളുണ്ട്. 1, പൊതുവാഗ്ദത്തങ്ങളുണ്ട്. എന്താണ് ഈ പൊതുവാഗ്ദത്തങ്ങൾ എന്ന് ചോദിച്ചാൽ, പൊതുവാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളാണ് നിത്യരക്ഷ, സമാധാനം, സന്തോഷം, ആശ്വാസം, നിത്യത. ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ്. എല്ലാവർക്കും കിട്ടും. ഇതിന് വിളിക്കുന്ന പേരാണ് പൊതുവാഗ്ദത്തങ്ങൾ. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുമ്പോൾ തന്നെ ചില വ്യക്തികളോട് ദൈവം സ്പെഷ്യൽ ആയിട്ടുള്ള വാഗ്ദത്തങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട്. ആ വാഗ്ദത്തങ്ങളെ വിളിക്കുന്ന പേരാണ് വിലയേറിയ വാഗ്ദത്തങ്ങൾ. അതാണ് 2 പത്രോസ് 1:3 താഴോട്ട് വായിച്ചൊരു എഴുതിക്കുന്നു, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. വിലയേറിയ വാഗ്ദത്തം. നമുക്ക് ആ വില എത്രയും നമുക്കറിയത്തില്ല. കാരണം കാൽവരി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വില മുടക്കിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളുടെ പേര് വിലയേറിയതെന്ന് പറഞ്ഞിരിക്കുന്നത്. വിലയേറിയ വാഗ്ദത്തം. ഇനി 3, എബ്രായർക്ക് ലേഖനം 8, എബ്രായർ 8:6 എന്ന് വായിച്ചേ. എബ്രായർ 8:6 എഴുതിയിരിക്കുന്നു, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. കണ്ടോ, വിശേഷതയേറിയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവനാണോ നമ്മുടെ വാഗ്ദത്തങ്ങൾ ഒരല്പം വിശേഷതയേറിയ തന്നെയായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വിശേഷതയേറിയ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവനെ ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളുടെ പേരാണ് വിശേഷതയേറിയ വാഗ്ദത്തം. ആമേൻ. ഇനി ശ്രദ്ധിക്കണം. അടുത്ത് പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചോണം.
ഈ വാഗ്ദത്തങ്ങൾ നിറവേറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നേടാൻ വേണ്ടി ബൈബിളിനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അങ്ങനെ ആരും പ്രാർത്ഥിച്ചിട്ടുമില്ല. ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. വാഗ്ദത്തം നിറവേറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, എബ്രായർക്ക് ലേഖനം 10:36. എബ്രായർ 10:36 വായിച്ചേ. എബ്രായർ 10:38. എബ്രായർ 10:38. ദൈവഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഒന്ന്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയോടെ ദൈവ ഇഷ്ടം ചെയ്യുക. ദൈവത്തിന്റെ ഇഷ്ടം സഹിഷ്ണുതയോടെ ചെയ്യുക. രണ്ട്, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1:4. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിനായി കാത്തിരിക്കണം. രണ്ട്, കാത്തിരിക്കണം. സ്തോത്രം. മൂന്ന്, എബ്രായർ 6:15. എബ്രായർ 6:15. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ഒന്ന്, സഹിഷ്ണുതയോടെ ദൈവ ഇഷ്ടം ചെയ്യുക. രണ്ട്, കാത്തിരിക്കുക. മൂന്ന്, ദീർഘക്ഷമയോടിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ദൈവം വാഗ്ദത്തം നിറവേറാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പിടികിട്ടിയായിരുന്നോ? ആമേൻ. നിങ്ങൾ റെസ്പോണ്ട്. നിങ്ങളെ ചുണ്ടുകളൊന്ന് അനക്കിയാൽ നന്നായിരിക്കും കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഈ പരിപാടി. ആമേൻ. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്നതിനേക്കാളും അനുസരിച്ച് നമുക്ക് ഇപ്പൊ എനിക്ക് ഒരാള് പാസ്റ്റർ എനിക്കൊരു ഗിഫ്റ്റ് തരാന്ന് പറയുകയാണ്. പാസ്റ്റർ എനിക്കൊരു വണ്ടി എടുത്ത് തരാന്ന് പറയുകയാണ്. സന്തോഷമുണ്ടല്ലോ പാസ്റ്റർക്ക്? ആമേൻ, ആമേൻ, ആമേൻ. പാസ്റ്റർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. ഞാൻ എന്ന് പാസ്റ്ററെ കണ്ടാലും ഞാൻ ചോദിക്കുന്നു, പാസ്റ്ററെ ആ വണ്ടിയുടെ കാര്യം മറക്കരുത്, പാസ്റ്ററെ ആ വണ്ടിയുടെ കാര്യം മറക്കരുത്, എനിക്ക് ഒരു നല്ല വണ്ടി വേണം, അത് വെള്ളയായിരിക്കണം നല്ലത്. എപ്പോഴും ഞാൻ എൻ്റെ പാസ്റ്ററിനെ കണ്ടാലും ഞാനിതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാസ്റ്റർക്ക് എന്ത് തോന്നും? എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അദ്ദേഹത്തിനൊരു വണ്ടി എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇത് തന്നെയാണ് പിന്നാലെ. ഇത് ചോദിച്ചു വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് ഇതനുസരിച്ചു വാങ്ങിക്കുക. ശ്രദ്ധിക്കണം. ചോദിച്ചു വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് സ്നേഹിക്കുക, അനുസരിച്ച് വാങ്ങിക്കുക. ഇനി ശ്രദ്ധിക്കണം. ഒരു വാഗ്ദത്തം തന്നു ദൈവം, ഒരു വാഗ്ദത്തം അഭിഷിക്തന്മാരിലൂടെയൊക്കെ തന്നിരിക്കട്ടെ. ശ്രദ്ധിക്കണം. അബ്രഹാം ഒരിക്കലും വാഗ്ദത്തത്തെ വിശ്വസിച്ച് ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. വാഗ്ദത്തത്തെ അല്ല വിശ്വസിക്കേണ്ടത്, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി. വാക്കുകളിലും വസ്തുക്കളിലും അല്ല നമ്മുടെ വിശ്വാസം വരേണ്ടത്. അത് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. വീട് തരാമെന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. കാറ് തരാമെന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. ജോലി തരാമെന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തെ അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 27-25. അതുകൊണ്ട് പുരുഷന്മാരെ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കണ്ടോ? എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ എന്ന് വിശ്വസിക്കുന്നല്ല, എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. വിശ്വാസം ദൈവത്തിലാണ് വരേണ്ടത്, വാക്കുകളിലും വസ്തുക്കളിലുമല്ല. അതാണ് സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൾ വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണി പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പൊ വാക്കുകളിലും വസ്തുക്കളിലും അല്ല വിശ്വസിക്കേണ്ടത്, അത് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. എൻ്റെ ദൈവം എന്നോട് എൻ്റെ തലമുറകളെ കുറിച്ച്, എന്നോട്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ കൂട്ടായ്മയെക്കുറിച്ച് ദൈവം ചിലത് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ ദൈവത്തെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ദ്രഹ്മകൾ, ശുശ്രൂഷ ഒരു ദ്രഹ്മമാണ്, വിശ്വാസം ഒരു ദ്രഹ്മയാണ്, ആരാധന ഒരു ദ്രഹ്മയാണ്, ആരാധന ഒരു ദ്രഹ്മയാണ്. ഇതുപോലെ വ്യത്യസ്തമായ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിർത്തുന്നു. വളരെ ശ്രദ്ധിക്കണം. ഏതൊക്കെയോ ദ്രഹ്മകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് വിശുദ്ധ ജീവിതമായിരിക്കാം, അത് ചിലപ്പോൾ സമർപ്പണമായിരിക്കാം, ദൈവത്തോടുള്ള ബന്ധം, വചന ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പോൾ അറിവിൽ അങ്ങ് ജീവിക്കുകയാണ്. ആ വെളിപ്പാടിന് വേണ്ടി ഇരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറി ഇപ്പൊ അറിവിലങ്ങ് ജീവിക്കുകയാണ്.
കേട്ടറിവുകൾക്കപ്പുറം പ്രാപിച്ചെടുക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവ കർത്താവിൽ നിന്നും പ്രാപിക്കും, പുതിയത് നമുക്ക് പ്രാപിക്കാം. കർത്താവെ, ഈ 2024 അവസാനിക്കും മുമ്പ് ഈ മാസം തീരുക, ഇനി ഒരു മാസം വരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം, എപ്പോഴും ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ ദൈവ സാന്നിധ്യം എന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും കരയുന്ന 2 കണ്ണുകൾ എനിക്കുണ്ടായിരുന്നു. ഇന്ന് എന്റെ ഹൃദയം കഠിനപ്പെട്ടു, എനിക്ക് കരയാൻ കഴിയുന്നില്ല. കർത്താവെ, അങ്ങയുടെ വരവിൽ ഞാൻ എടുക്കപ്പെടണമെങ്കിൽ കാന്ത തന്നെത്താൻ ഒരുക്കണം. മറ്റാരുമല്ല ഒരുക്കേണ്ടത്, കാന്ത തന്നെത്താൻ ഒരുക്കണം. രക്ഷ വ്യക്തിപരമാണ്. നിങ്ങളുടെ ജീവിതം കർത്താവ് സ്വീകരിക്കണമെങ്കിൽ നിശ്ചയമായും ദൈവം തന്നിരിക്കുന്ന ദ്രഹ്മകൾ അങ്ങയുടെ വരവിന്റെ സമയം, ആ കുഞ്ഞാടിന്റെ കല്യാണ സമയത്ത് ആ വേദിയിലെത്തുമ്പോൾ മറ്റുള്ളവർ 1000 10,000 നോക്കി നിൽക്കെ സുരേഷ് എന്ന വ്യക്തി നാണം കെടാതെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദ്രഹ്മ വിശ്വസ്തയോടെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ കർത്താവിന്റെ കല്യാണത്തിന് എന്നെയും പങ്കാളിയാക്കി എന്നെയും വിവാഹം കഴിക്കുന്ന ഒരു ദിനമാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ്, കർത്താവ് എന്നെ വിവാഹം കഴിക്കണം. ഒരുമിച്ച് നമ്മുടെ കണ്ണുകടയ്ക്കാമോ? അത് കണ്ടു കിട്ടുമ്പോൾ സ്നേഹിതമാരെയും അയൽക്കാരികളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു ഉപവാസ പ്രാർത്ഥന. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ കൃപ മടക്കി കിട്ടുമ്പോൾ വീട്ടിലൊരു കോട്ടേജ് പ്രയർ, അത് വിളിക്കണം. അത് വിളിച്ചുകൂട്ടി സാക്ഷ്യം പറയണം. കഴിഞ്ഞ നാളിൽ എനിക്ക് നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം, ആ വിശുദ്ധ ജീവിതം, സമർപ്പണം എല്ലാം എന്റെ ദൈവം എനിക്ക് മടക്കി നൽകി. കഴിഞ്ഞ നാളിൽ എനിക്ക് നഷ്ടപ്പെട്ട പ്രവചന ശബ്ദം, ആ വെളിപ്പാടിന്റെ ശുശ്രൂഷ, എന്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു ആത്മാവിൽ. ഇന്ന് എനിക്ക് കഴിയുന്നില്ല കർത്താവെ. ആ കൃപ എനിക്ക് ദൈവം മടക്കി നൽകി. കർത്താവിന്റെ മക്കളുടെ ഈ പ്രാർത്ഥനയുടെ ഇന്റൻഷൻ അതാണ് എന്ന് പറയുന്ന ഒരു സന്തോഷം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു, അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, സമർപ്പണം ചെയ്തിടുന്നേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. സമർപ്പണം ചെയ്തിടുന്നേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. നാഥ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ. നാഥ സ്വീകരിക്കൂ, എന്നെ സ്വീകരിക്കൂ. നിന്റേതായി തീർത്തിടുവാൻ കനിയൂ, നിന്റേതായി തീർത്തിടുവാൻ കനിയൂ. സമർപ്പണം ചെയ്തിടുന്നേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, മണവാട്ടിയാകുന്ന സഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ വിലപ്പെട്ട ദ്രഹ്മകളെ കുറിച്ച് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, പലപ്പോഴും അങ്ങയുടെ സ്നേഹം കൊണ്ട് വില കൊടുക്കാതെ ഔദാര്യമായി തന്ന പല കൃപാവരങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടു. വിശുദ്ധ ജീവിതം, വചനധ്യാനം, പ്രാർത്ഥന, പലതും എനിക്ക് നഷ്ടപ്പെട്ടു. കർത്താവെ, ഞാൻ അത് തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് പലപ്പോഴും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കണ്ടെത്തും വരെ അന്വേഷിക്കാറില്ല നാഥ. ഇന്ന് രാത്രിയിൽ ആ സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് കണ്ടെത്തും വരെ അന്വേഷിച്ചത് കണ്ടുപിടിച്ച് സഹവിശ്വാസികളോട് ഒരുമിച്ച് സന്തോഷിക്കാൻ ദൈവം ഒരവസരം ഒരുക്കും. വേഗത്തിൽ തന്നെ നഷ്ടപ്പെട്ട ദ്രഹ്മ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാപ്തരായി നിൽക്കുവാൻ ദൈവസഭയെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ വിഷയങ്ങൾ ഒരുപാടാണ്. ചിലപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയിൽ തളർന്നു പോകാറുണ്ട്. കർത്താവെ, ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്താൻ അവിടുത്തെ ദൂതന്മാരെ അയച്ച് ദീർഘസമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രാർത്ഥനാ ജീവികളാക്കി ദൈവം ഞങ്ങളെ തീർക്കും. സഭയെ ബ്ലസ് ചെയ്യുന്നു. ശുശ്രൂഷകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം പുതിയ പുതിയ കുടുംബങ്ങൾ അങ്ങയുടെ വാഗ്ദത്തങ്ങൾ പോലെ തന്നെ നിറവേറി അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായ സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കും എല്ലാ മഹത്വം അങ്ങേക്കും മാത്രം, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ദൈവമക്കളോട്, സഭയോടുള്ള സ്നേഹവന്ദനം നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി ധന്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. കർത്താവിനെ വെച്ചാൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.